വ്യാഴാഴ്ച രാത്രിയാണ് കിടപ്പ് രോഗിയും വൃദ്ധനുമായ ഷൺമുഖനെ ഉപേക്ഷിച്ച് മകൻ അജിത്തും കുടുംബവും വാടക വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. വീട് പരിശോധിക്കാനെത്തിയ വീട്ടുടമ സുനിലാണ് ഷൺമുഖനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. മാറാൻ പറഞ്ഞത് അവർ മാറാതെ നിന്ന് പരാതിയൊക്കെയായി. അവസാനം ഇവർ നമ്മളോട് പറയാതെ മാറി. അങ്ങനെയാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. കാരണം മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇവർ സാധനങ്ങളെല്ലാം മാറ്റി, എന്നിട്ട് നമ്മളെ അറിയിച്ചില്ല. ഇന്നലെ രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഇയാൾ പോലീസുകാരോട് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ മാറിക്കൊള്ളാം എന്നാണ്. ഞങ്ങളോട് ഇന്നലെ രാത്രിയാണ് പരിസരവാസി വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ അവർ മിനിഞ്ഞാന്ന് പോയിട്ട് ഒരു ദിവസം മൊത്തമായിട്ട് അവിടെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്, ഫാനും കറങ്ങുന്നുണ്ട്, ആളുണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ആളുണ്ട്, അതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പോലീസിലേക്ക് അറിയിച്ചു. ഉടനെ തന്നെ പോലീസിനെയും സ്ഥലത്തെ നഗരസഭാ കൗൺസിലറെയും വിവരം അറിയിക്കുകയായിരുന്നു. മകൻ അജിത്തിനെ പോലീസ് വിളിച്ചപ്പോൾ സ്ഥലത്തില്ലെന്നും തിരിച്ചെത്തിയാൽ ഉടൻ പിതാവിനെ ഏറ്റെടുക്കാമെന്നാണ് ലഭിച്ച മറുപടി. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇയാൾ എത്തിയില്ല. മകൻ അജിത്തിനെതിരെ കേസെടുക്കുമെന്ന് തൃപ്പൂണിത്തുറ പോലീസ് അറിയിച്ചു. കൗൺസിലർ പരാതിയിൽ കേസെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ മകനെതിരെയാണ് കേസെടുക്കുന്നത്. മകനാണ് ഇവിടെ അച്ഛനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇന്നലെയും മെനഞ്ഞാന്നും മറ്റുമാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ ഇന്നലെ ഇതേപോലെ ഈ അച്ഛൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടിയതനുസരിച്ച് പോലീസുകാർ ഇവിടെ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ വീടെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു, അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഭക്ഷണം നമ്മളിവിടെ അയലത്തുകാരപ്പം തന്നെ വന്നു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അജിത്തിനെ കൂടാതെ ഷൺമുഖന് മറ്റു 2 പെൺമക്കൾ കൂടിയുണ്ട്. ഇവരെയും പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ ജീവനക്കാർ എത്തിയാണ് ഷൺമുഖന് വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയത്. വിദഗ്ധ ചികിത്സക്കായി ഇയാളെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഷൺമുഖന് മതിയായ ചികിത്സയും പരിചരണവും നൽകുമെന്നും സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.